ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭ ഇന്ന് പെസഹ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ പെസഹ പെരുന്നാൾ ഒരു ശരീരത്തിൻ്റെയും ഒരപ്പത്തിൻ്റെയും വലിയ പെരുന്നാളാണ്. യഹൂദന്മാരുടെ പെസഹായുടെ തുടർച്ചയല്ല, എന്നാലോ യേശു ക്രിസ്തു സ്ഥാപിക്കുന്ന പുതിയ പെസഹായാണിത്. ഈ അത്താഴത്തിൽ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയാണ്. മറ്റൊരത്താഴവും ഇത്രമാത്രം മഹത്വീകരിക്കപ്പെട്ടിട്ടില്ല. ആ രഹസ്യങ്ങളുടെ മുറിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പലതര സ്വഭാവത്തിലുള്ള മനുഷ്യരെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തു പുത്രനാം ദൈവമാണെങ്കിൽ അവനെ ഒറ്റ യൂദായും അവനോടൊപ്പമുണ്ട്. അവനെ തള്ളിപ്പറഞ്ഞ ശീമോൻ പത്രോസും അവനോടൊപ്പമുണ്ട്. അവനോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ച സെബദി പുത്രന്മാരും അവനോട് കൂടെയുണ്ട്. പീറ്റർ, Judas, sons of Zebedee, and all his disciples are there sitting alongside him to be a part of this new commandment or the new Pesach. ഈ അന്ത്യത്താഴ്വേളയിൽ യേശു ക്രിസ്തു തൻ്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, പഠിപ്പിക്കലുകളുടെ സംക്ഷിപ്തമായ ഒരു അനുഭവമാണ് ഇവരുമായി പങ്കിടുന്നത്. അവിടെ യേശു ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് യേശു ക്രിസ്തു നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അതിൽ ഒന്നാമതായി കാണുന്നത് ടു ബി വൺ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഒന്നായി തീരുക, എൻ ക്രിസ്റ്റോസ്. നമുക്കറിയാം, അന്ത്യത്താഴ്വേളയിൽ യേശു ക്രിസ്തുവിനോടൊപ്പം ശിഷ്യന്മാരും അവിടെയിരുന്നു. വിശുദ്ധനായ ലൂക്കോസ് ഏവൻഗേലിയോസ് 22-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പോസ്തോലന്മാരും. ജീസസ് ആൻഡ് ഹിസ് അപ്പോസിൽസ് റിക്ലൈൻഡ് അറ്റ് ദ ടേബിൾ. ആ അന്ത്യത്താഴ്വേളയിലെ ആ ചിത്രത്തിൽ നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹ അവൻ്റെ മാർവോട് ചാരിയിരുന്നു. ദ പിക്ചർ ഓഫ് സെയിൻറ്റ് ജോൺ, ദ ബിലവഡ് ഡിസൈപ്പിൾ, is depicted in Gospel of Saint John chapter 13 verses 23, where it says the one who Jesus loved was reclining on him. യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. My dearly beloved, apostles sitting with Christ and John reclining on Jesus Christ is teaching us that they are with their master's heart. തൻ്റെ യജമാനനോടൊപ്പം ഇരിക്കുവാനും ദൈവപുത്രനോടൊപ്പം ഉള്ള ആ സമരസത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. സഭാപിതാക്കന്മാർ ഇന്ന് പ്രഭാതത്തിലെ 1-ാം കോലയുടെ അവസാന ഭാഗത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവസുതൻ തൻ മാർവിൽ ചാരി, യൂഹാനോൻ താൻ മാനവരുടെ മുൻസ്ഥിതി കാട്ടി. The church fathers tells us that this reclining of Saint John and the apostles along with Jesus Christ resembles the state of man before his sin, the state where man walked with God. മനുഷ്യൻ്റെ ആദ്യ സ്ഥിതി, ദൈവത്തോടൊപ്പമായിരുന്ന സ്ഥിതിയെ നമുക്ക് കാണിച്ചു തരികയാണ്. This early state depicts a cordial relationship with God and his companions. ദൈവവും മനുഷ്യനുമായി ഒരുമിച്ച് ജീവിക്കുന്ന, ഒരുമിച്ച് സഹവസിക്കുന്ന ഒരനുഭവത്തെയാണ് ഇവിടെ കാണിച്ചത്. പാപത്തിന് മുമ്പ് മനുഷ്യൻ ഇങ്ങനെയായിരുന്നു, എന്നാൽ പാപത്തിന് ശേഷം അവൻ അകന്നു പോവുകയാണ്. ദൈവത്തിൽ നിന്ന് അകലുന്ന കാഴ്ചയെ കാണുവാൻ സാധിക്കും. My dearly beloved, until and unless we have good relationship with our fellow human beings, we cannot love God. സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. Most of the time we forget that whole humanity is one body of Christ. It is the fundamentals of Christian faith, to stand together in their happiness as well as in their sadness. That is the characteristics of a Christian body. Saint Paul says in 1 Corinthians chapter 12 verses 26, if one member suffers, all suffer together, and if one member is honored, all rejoice together. We as Christians have the responsibility to bring unity, love, and peace in the body of Christ, that is the church. നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഈ സഭയിൽ
ഈ ദൈവത്തിൻ്റെ ശരീരത്തിൽ സമാധാനവും സ്നേഹവും ഒത്തൊരുമയും കൊണ്ടുവരേണ്ടത്. എന്നാൽ മാത്രമേ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്നു. Then only we can say that we lift up our minds, our hearts and our intellect in the presence of God. ദൈവത്തോടൊപ്പം നമ്മുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും ഹൃദയങ്ങളെയും ഇരിക്കുമ്പോൾ മാത്രമേ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിശുദ്ധ പെസഹ പെരുന്നാളും നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തോടൊപ്പമായിരിക്കുവിൻ, ടു ബി വൺ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ക്രിസ്റ്റോസ്. രണ്ടാമതായി ഈ പെസഹ പെരുന്നാളിലെ ഈ അനുഭവത്തിൽ നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അപ്പം പോലെ മുറിക്കപ്പെടുന്ന ജീവൻ്റെ ഉടമകളായി മാറണം. ടു ബിക്കം ദി ഓണേഴ്സ് ഓഫ് ലൈഫ് which can be broken like bread for others. പലപ്പോഴും നാം വിചാരിക്കുന്നത് അപ്പം ശേഖരിക്കപ്പെടുവാനുള്ളതാണ്. Bread is for gathering. Most of the time we are like the Israelites who gathered manna or the bread. പലപ്പോഴും നാം ഇസ്രായേൽക്കാരെ പോലെയാണ്. വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്ന നേരത്ത് മന്ന ലഭിച്ചപ്പോൾ അവരതിനെ ശേഖരിച്ചു വെക്കുകയാണ് ചെയ്തത്. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് to break ourselves for the good of others. അപ്പം എന്നത് ശേഖരിക്കുവാനുള്ളതല്ല, എന്നാൽ അതിനെ വിതരണത്തിനായിട്ടുള്ള ഉപാധിയായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. ക്രിസ്തു അതാണ് നമ്മളെ പഠിപ്പിക്കുന്നതും. Our lives are not to be collected or kept safely, but it is for helping others in need and to lift ദി ഡൗൺ ട്രോഡൻ. നമ്മുടെ ജീവിതങ്ങളെ ഒരിടത്ത് ശേഖരിച്ചു വെക്കുവാനോ സംരക്ഷിച്ചു വെക്കുവാനോ ഉള്ളതല്ല, എന്നാൽ മറ്റുള്ളവർക്ക് അതിൽ നിന്ന് പകുത്തു നൽകി അവരെ വളർത്തുവാനായിട്ടാണ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിവെക്കേണ്ടത്. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. For whoever wants to save their life will lose it, but whoever loses their life for me will find it. തൻ്റെ ജീവിതത്തെ സ്വയം ത്യജിക്കുന്ന ഒരനുഭവം. മറ്റുള്ളവരുടെ നന്മയ്ക്കായി സ്വന്തം ജീവനെ നാം ത്യജിക്കണം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം, പുണ്യശ്ലോകനായ ഒസ്താത്യോസ് തിരുമേനിയുടെയും തേവദോസ്യോസ് തിരുമേനിയുടെയും ജീവിതങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സ്വന്തം ജീവനെ നൽകി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായി തൻ്റെ ജീവനെ മാറ്റിവെച്ച പുണ്യാത്മാക്കളാണ്. Dearly beloved, we know how a bread is made. It is grinded, it is pressed, and it is cooked in fire. തീയിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെ മാറണം. അതിനെ മുറിക്കപ്പെടണം. അതോടൊപ്പം വിശുദ്ധിയുടെ അഗ്നിയിൽ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ ഇടയാകണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്രദമാവുകയുള്ളൂ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പെസഹ പെരുന്നാളിൽ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞു തരുന്ന 2 കാര്യമാണ്: ടു ബി വൺ ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവോട് ഒന്നായിരിക്കുക, യേശു ക്രിസ്തുവുമായി സമരസപ്പെടുക. രണ്ടാമതായി, അപ്പം പോലെ മുറിക്കപ്പെടുന്ന ജീവൻ്റെ ഉടമകളാവണം. Our lives should be broken as a bread for the benefit of others. വലിയ വെള്ളിയാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. കർത്താവിൻ്റെ കുരിശുമരണത്തെ ആവോളം ധ്യാനിപ്പാനും ഹൃദ്യമായി അതിനെ അനുഭവിച്ചറിയുവാനും ആ വഴിയിലൂടെ നടക്കുവാനും നമുക്ക് ഇടയാകണം. എല്ലാവർക്കും പെസഹ പെരുന്നാളിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.